ഇന്ത്യയിലെ ടോപ്പ് 5 പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. NIRF റാങ്കിംഗ് പ്രകാരം ടോപ്പ് പൊസിഷനിലുള്ളത് നമ്മുടെ VIT ആണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഓവറോൾ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റാങ്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11ാം സ്ഥാനത്താണ് നമ്മുടെ VIT ഉള്ളത്. 2001 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള VIT ഈവൻ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അടക്കം കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പൊസിഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. BTech കൂടാതെ BCom, BBA, ഡിസൈൻ, MBA, MTech, MSW ആൻഡ് PhD പോലുള്ള പ്രോഗ്രാമുകളും VITയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. VITയിൽ അഡ്മിഷൻ നേടാൻ നിങ്ങൾ എഴുതേണ്ട എക്സാം VIT EEE ആണ്. VIT എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് SRM യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ചെന്നൈയിലുള്ള 13ാം റാങ്കാണ് NIRF എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ SRMന് കിട്ടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം 1985 ഈ കോളേജ് സ്ഥാപിക്കുന്നത്. ഇന്ന് ചെന്നൈയിൽ മാത്രമല്ല വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ SRMന് ആക്ച്വലി എന്തുണ്ട്, അവരുടെ കോളേജിൻ്റെ ബ്രാഞ്ച് അവൈലബിൾ ആണ്. നല്ല പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ നല്ല കരിയർ എക്സ്പോഷറും കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ഥാപനമാണ്. നിരവധി ബ്രാഞ്ചുകളിലായിട്ട് BTechഉം മറ്റ് പ്രോഗ്രാമുകളിലേക്കും അഡ്മിഷൻ നേടാം. ആൻഡ് SRMലേക്ക് അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേര് SRM JEE എന്നാണ്. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്സ് പിലാനിയാണ്. മേ ബി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമാണ് ബിറ്റ്സ് പിലാനി. NIRF റാങ്കിംഗ് 20 ആണ്. 1964 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ് ബിറ്റ്സ് പിലാനി എന്ന് പറയുന്നത്. ബിറ്റ്സ് പിലാനിക്ക് ഇപ്പം രാജസ്ഥാനിൽ മാത്രമല്ല ഗോവയിലും ഹൈദരാബാദിലും പുതിയ ക്യാമ്പസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ബ്രാഞ്ചുകളിലായിട്ട് നിരവധി കോഴ്സുകളിലായിട്ട് UG PG പ്രോഗ്രാമുകൾ ആക്ച്വലി ബിറ്റ്സ് പിലാനിയിൽ അവൈലബിൾ ആണ്. BITSAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് ബിറ്റ്സ് പിലാനിയിലേക്ക് അഡ്മിഷൻ നേടുന്നത്. 4ാമതായിട്ട് ഈ ലിസ്റ്റിലുള്ളത് അമൃത വിശ്വ വിദ്യാപീഠം എന്ന് പറയുന്ന തമിഴ്നാട് തന്നെയുള്ള ഒരു കോളേജാണ്. NIRF റാങ്കിങ്ങിൽ 23ാം സ്ഥാനത്താണ് ഉള്ളത്. NAC NAAC A++ അക്രഡിറ്റേഷനോട് കൂടിയിട്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് കോളേജാണ്. AEEE എന്ന് പറയുന്ന എക്സാം വഴിയാണ് ആക്ച്വലി നമ്മുടെ അമൃത കോളേജുകളിലേക്കുള്ള BTech അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ JEE മെയിൻ വഴിയും എന്ത് ചെയ്യാറുണ്ട്, അമൃത കോളേജിലേക്ക് അഡ്മിഷൻ നടത്താറുണ്ട്. ഇവർ സ്വന്തമായി നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ പേരാണ് AEEE അഥവാ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ളത് ഒഡീഷയിലുള്ള ശിക്ഷ അനുസന്ധൻ എന്ന് പറയുന്ന കോളേജാണ്. NIRF റാങ്കിങ്ങിൽ 26ാം സ്ഥാനത്താണ്. നമ്മുടെ ഭുവനേശ്വറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. 452 ഏക്കറിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 2007 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. NAAC അക്രഡിറ്റേഷനൊക്കെ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളാണ്. നിരവധി UG PG അതുപോലെ തന്നെ ഡോക്ടറൽ കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പ്രൈമറിലി അഡ്മിഷൻ SAT എന്ന് പറയുന്ന പരീക്ഷ വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അത് ഈ കോളേജ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് ഇവിടേക്കുള്ള BTech അഡ്മിഷൻസ് പോസിബിൾ ആവുന്നത്. നിങ്ങളുടെ മക്കളും സയൻസ്, മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ളവരാണ്, 6th മുതൽ 10th വരെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഞങ്ങളുടെ XNY ലേണിംഗ് നടത്തുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഭാവിയിൽ ഇതുപോലത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സയൻസ് ആൻഡ് മാത്തിൽ നല്ല ഫൗണ്ടേഷൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ IITiansഉം NITiansഉം ലീഡ് ചെയ്യുന്ന ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കരിയർ കണക്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് +1ലേക്ക് IITiansന്റെയും NITiansന്റെയും JEE കോച്ചിങ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്.